ബോർഡറിൽ രാജ്യത്തെയും നമ്മുടെ ജീവനെയും സംരക്ഷിക്കുന്നവർ ഇന്ന് സ്വന്തം വീട്ടിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോരാടി വരുന്ന ഒരു അവസ്ഥയിലാണ്. നമ്മുടെ രാജ്യത്തെ സിസ്റ്റത്തിന് എന്തോ വലിയ തകരാറുണ്ടെന്ന് ഈ ഒരു സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഇത് നടക്കുന്നത് യു.പിയിലെ കാൺപൂരിലാണ്. യു.പി പോലീസിനെയും അവിടുത്തെ ഭരണ സംവിധാനത്തെയും പൂർണ്ണമായ ചോദ്യചിഹ്നത്തിന് മുന്നിൽ നിർത്തുന്ന ഒന്നാണിത്. ITBP സൈനികനായ വികാസ് സിംഗ് ആണ് ഇവിടുത്തെ വികാസിന്റെ അമ്മയ്ക്ക് അപ്പൻഡിറ്റീസ് തുടർന്ന് കാൺപൂരിൽ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാർ കാണിച്ച കടുത്ത അനാസ്ഥയും തെറ്റായ ഇഞ്ചക്ഷനും കാരണം അമ്മയുടെ കൈയിൽ മൊത്തത്തിൽ ഇൻഫെക്ഷൻ പടർന്നു. ഒടുവിൽ ജീവൻ രക്ഷിക്കാൻ അമ്മയുടെ കൈ മുറിച്ചു കളയേണ്ടി വന്നു. ഹോസ്പിറ്റലിന്റെ ഈ ക്രൂരമായ പിഴവിനെതിരെ വികാസ് സിംഗ് പോലീസിൽ പരാതി നൽകി. എന്നാൽ 3 ദിവസമായിട്ട് പോലീസ് ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറായില്ല. ഒടുവിൽ നീതി കിട്ടാൻ വേറെ വഴിയില്ലാതെ സ്വന്തം അമ്മയുടെ മുറിച്ചു മാറ്റിയ കൈ ഒരു തെർമോകോൾ ബോക്സിലാക്കി വികാസ് സിംഗ് കാൺപൂർ കമ്മീഷണർ ഓഫീസിലേക്ക് നടന്നു ചെന്നു. സാധാരണക്കാർ ഇത്തരം അവസ്ഥകളിൽ തകർന്നു പോകാറുണ്ട്. എന്നാൽ വികാസ് ഒരു യൂണിഫോം ഇട്ട സൈനികനാണ്. വികാസ് ഈ അവസ്ഥയിൽ കമ്മീഷണർ ഓഫീസിൽ എത്തിയ വിവരം അറിഞ്ഞതും അദ്ദേഹത്തിന്റെ സുപ്പീരിയർ കമാൻഡോ ആയ ഗൗരവ് പ്രസാദ് ജി ഒട്ടും മടിച്ചില്ല. വികാസിന് നീതി ഉറപ്പാക്കാൻ തന്റെ കൂടെയുള്ള 50 കമാൻഡോ സൈനികരുമായി അദ്ദേഹം കമ്മീഷൻ ഓഫീസിലേക്ക് നേരിട്ടെത്തി. ഈ ITB കമാൻഡോ ഫോഴ്സ് കമ്മീഷൻ ഓഫീസിന് മുന്നിൽ നിരന്നു നിന്നതോടെ യു.പി പോലീസ് ഞെട്ടിയതും അന്വേഷണം പോലും തുടങ്ങാൻ തയ്യാറായതും. അതിർത്തിയിൽ പാകിസ്ഥാനോടും ചൈനയോടും പോരാടുന്ന ഒരു ജവാന് സ്വന്തം നാട്ടിൽ തന്റെ കുടുംബത്തിന്റെ സുരക്ഷയ്ക്കായി മറ്റൊരു കേന്ദ്ര സേനയുടെ സഹായം തേടേണ്ടി വരുന്നത് എന്നത് നമ്മുടെ സംസ്ഥാന പോലീസിന്റെ വിശ്വസ്ത പൂർണ്ണമായും തകർന്നു എന്ന് കാണിക്കുന്നതാണ്. ഒരു ITBP സൈനികന് നീതി കിട്ടാൻ വേണ്ടി ഒരു കമാൻഡോ ഫോഴ്സിന് തന്നെ കമ്മീഷൻ ഓഫീസിലേക്ക് ഇറങ്ങി വരേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ പണമില്ലാത്ത, രാഷ്ട്രീയ സ്വാധീനമില്ലാത്ത, ഒരു ഗവൺമെന്റ് ജോലിയും ഇല്ലാത്ത ഒരു സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും? അവർക്ക് ഇവിടെ എങ്ങനെ നീതി കിട്ടും? നിങ്ങളൊരു വലിയ ഹോസ്പിറ്റലിനെതിരെയോ ഗവൺമെന്റിനെതിരെയോ കേസ് കൊടുക്കാൻ പോയാൽ നിങ്ങളുടെ മുക്കാൽ ആയുസും ആ ഫൈറ്റിന് വേണ്ടി കോടതി കയറി ഇറങ്ങിത്തീരും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക എന്നതാണ്. നിങ്ങളുടെ മുഖം കാണിച്ച് വീഡിയോ റെക്കോർഡ് ചെയ്യുക, ചോദ്യങ്ങൾ ചോദിക്കുക, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക. സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ജനങ്ങളുടെ പ്രഷർ കാരണം മാത്രമാണ് പലപ്പോഴും ഇവിടെ എന്തെങ്കിലും നടപടി ഉണ്ടാകുന്നത്. എനിക്ക് ഏറ്റവും വലിയ റെസ്പെക്ട് തോന്നിയത് ITBP കമാൻഡോ ഗൗരവ് പ്രസാദ് ജിയോടാണ്. തന്റെ കീഴിലുള്ള ഒരു സൈനികന് വേണ്ടി അദ്ദേഹം ധീരമായി ഇറങ്ങി വന്നു. പുള്ളി വന്നതിന് ശേഷം മാത്രമാണ് അന്വേഷണം നടന്നതും വികാസ് സിംഗിന്റെ പരാതി കൃത്യമാണെന്ന് തെളിഞ്ഞതും. ഹോസ്പിറ്റലിന്റെ പിഴവ് ബോധ്യപ്പെട്ടതോടെ അവിടുത്തെ മെഡിക്കൽ ഓഫീസർക്കെതിരെ ഒടുവിൽ FIR ഫയൽ ചെയ്തു. ഗൗരവ് പ്രസാദ് ജി അന്ന് വന്നിരുന്നില്ലെങ്കിൽ വികാസിന് ഒരിക്കൽ നീതി കിട്ടില്ലായിരുന്നു. പക്ഷെ നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന, ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യം ഇതിന് ശേഷമാണ് നടന്നത്. വികാസിനെ സഹായിക്കാൻ വന്ന കമാൻഡോ ഗൗരവ് പ്രസാദിനെതിരെ കാൺപൂർ പോലീസ് കമ്മീഷണറായ രഘുബീർ ലാൽ IPS കംപ്ലൈന്റ് ഫയൽ ചെയ്തിരിക്കുകയാണ്. ഒരു സൈനികന്റെ കുടുംബത്തിന് നീതി വാങ്ങിക്കൊടുത്ത ഒരു ഉദ്യോഗസ്ഥനെതിരെ ഇങ്ങനെയാണോ നടപടിയെടുക്കേണ്ടത്? ഇങ്ങനെയുള്ള സിസ്റ്റത്തെ ഓർത്ത് ശരിക്കും ലജ്ജ തോന്നുന്നു.